ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2-3 ദിവസമായി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ടാ നമുക്ക് ഇടാനായിട്ടൊന്നും പറ്റിയായിരുന്നില്ല. നമ്മുടെ സുൽക്കുട്ടൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കഴിയുമ്പോഴേക്കും ഉറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ സുടുമോൻ ഇവിടെ കിടന്ന് കളിക്കുകയാണ് കേട്ടോ. നല്ല കളിയൊക്കെയാണ്. ഇനിയിപ്പോൾ അത് എപ്പോഴാണ് ഉറങ്ങി പോകണമെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇന്നിപ്പോൾ വലിയ വാശിയും കാര്യങ്ങളൊന്നുമില്ല. ഇന്നിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് മുതിരി പപ്പടം പിന്നെന്തായിരുന്നു സുടുവ തൈരൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചത് കേട്ടാ. അപ്പോ ഞാൻ ബീട്രൂട്ട് ജ്യൂസ് അല്ല അടിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞാൽ ഞാൻ കൊടുത്തൊക്കെ നോക്കി കേട്ടാ. നല്ലതാണ്. അപ്പൊ സുടുമോനും അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് പറഞ്ഞു തന്നതിൽ ഒരുപാട് താങ്ക്സ് കേട്ടാ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ശോധനയ്ക്കൊന്നും. അപ്പൊ അത് നല്ലതാണ്, ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ഇപ്പൊ സുടുമോന് ഇപ്പൊ 2 ദിവസമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ ഒന്നും അങ്ങനെ പോവത്തൊന്നുമില്ല കേട്ടോ. ഒന്നും ചിലപ്പോ 3-4 ദിവസമൊക്കെ കഴിയാറുണ്ട്. അപ്പൊ അതിന്റെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോ കുടംപാഴം അങ്ങനെ അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയായിരുന്നത്. അങ്ങനെ പിന്നെ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇലക്കറികളൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നത്. പിന്നെ ഇങ്ങനെ ആയുർവേദത്തിലൊരു മരുന്ന് ഇങ്ങനെ കഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സുടുമോന്. ഇപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഉണക്കമുന്തിരി ഇങ്ങനത്തെ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തൊക്കെ നോക്കി നോക്കും. അപ്പൊ അങ്ങനെ ഇതൊക്കെ എല്ലാം കൊടുത്തിട്ടും വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊ ബീട്രൂട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോ വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ 2 ദിവസമായിട്ട് ആൾക്ക് ശോധനയ്ക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ഞാനപ്പോ ആരാ എന്നോട് പറഞ്ഞ വിജയില്ലേ, വിജയ് ഒരുപാട് താങ്ക്സ് കേട്ടോ. എന്തായാലും അങ്ങനെ അറിവുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളും ഒന്ന് എനിക്ക് ഷെയർ ചെയ്ത് പറഞ്ഞു തന്നോളൂ കേട്ടോ. അപ്പൊ എനിക്കും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെയാണ് അറിയണത്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കമന്റ്സ് അയക്കുമ്പോഴാണ് നമുക്ക് അറിയണത് കേട്ടോ. അപ്പൊ ഇന്നിപ്പോ മുതിരിയും തൈരും പപ്പടമൊക്കെ കൂട്ടിയിട്ട് സുൽക്കുട്ട ചോറൊക്കെ കൊണ്ട് കളിച്ച് നല്ല മിടുക്കനായിട്ട് കിടക്കാണ് കേട്ടോ. അവനൊന്ന് ഇങ്ങോട്ട് വിളിച്ചു നോക്കിയോട്ടെ. ഇരുത്താത്തിരി പ്രശ്നമുണ്ട്. വാ ഇപ്പൊ മടിയിലിരുത്തി ഇങ്ങനെ ചെയ്യുമ്പോഴേ ഭയങ്കര പെയിനാണ് കേട്ടോ. അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെ ഇരുത്തി ചെയ്യാനായിട്ട് പറ്റണില്ല. പിന്നെ നമ്മൾ ഇപ്പൊ ഇങ്ങനെ എണീറ്റിരുന്നു ഇങ്ങോട്ട് പൊക്കിയിരുത്തണ്ടേ. അപ്പൊ അത് ഭയങ്കര പ്രശ്നമുണ്ട് എനിക്ക് ഇരുത്താനൊക്കെ ആയിട്ട്. ഇപ്പൊ ഭയങ്കര പുറം വേദന ഉണ്ട് കേട്ടോ ഒരാഴ്ചയിട്ട്. അപ്പൊ അവൻ മൊത്തത്തിലൊന്നും വലുതായില്ല. അപ്പൊ അത് കാരണം അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് ഇരുത്താനായിട്ട്. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഞാനിപ്പോ ഈ ബെഡിൽ ഇങ്ങനെ തന്നെ കിടത്തണത്. അപ്പൊ ഓരോ ദിവസം വലുതാവും തോറും നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് കേട്ടോ ശാരീരികമായിട്ട്. അപ്പൊ പുറം വേദനയൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇപ്പൊ 36 വയസ്സായി. അപ്പൊ ഇപ്പോഴാണ് പുറം വേദനയൊക്കെ ഇതായിട്ടൊന്ന് തുടങ്ങിയത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാളെന്ന് പറഞ്ഞ സുടുമോന് അങ്ങനെ അധികം വെയിറ്റ് ഒന്നും എനിക്ക് അങ്ങനെ തോന്നിയിരുന്നില്ല. ഇപ്പൊ സുടുമോന് 12 വയസ്സായി. ഇപ്പൊ വെയിറ്റ് എന്നെ കൊണ്ട് പറ്റണില്ല കേട്ടോ. എടുത്തങ്ങട് ഒരാളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്ക് തന്നെ ഒന്നിനും പറ്റണില്ല കേട്ടോ. ഇപ്പൊ ബാത്റൂമിൽ കൊണ്ടുപോകണമെങ്കിൽ പോലും എനിക്കിപ്പോ തന്നെ പറ്റണില്ല. ഇപ്പൊ ഞാൻ കുളിപ്പിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയറിലിങ്ങനെ ഇരുത്തി കുളിപ്പിക്കുകയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ മുൻപൊക്കെ ഞാൻ ഇങ്ങനെ പിടിച്ചു നിർത്തി ഇട്ടാ കുളിപ്പിക്കാറ്. അന്നൊക്കെ എനിക്ക് ബാലൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ സുടുമോൻ വലുതായില്ലേ. ഇപ്പൊ എന്നോടെത്തി സുടുമോൻ പെട്ടെന്ന്. ഞാൻ ഓരോ വർഷം കഴിയുമ്പോൾ സുടുമോന്റെ ഓരോ വളർച്ച ഇങ്ങനെ കാണുമ്പോ മനസ്സങ്ങോട്ട് അറിയാൻ കേട്ടോ. കുഞ്ഞിലെ ഇങ്ങനെ 28നൊക്കെ കുളിപ്പിക്കുമ്പോ എന്തോരം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാനിപ്പോ അങ്ങനെ ആലോചിക്കാണ്. എനിക്ക് അതൊക്കെ ആലോചിക്കുമ്പോ അതൊരു വിഷമാണ് കേട്ടോ. അന്ന് നമ്മുടെ എന്റെ അച്ഛന്റെ അമ്മയാണ് കുളിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നത്. 10-28 ദിവസം അമ്മൂമ്മയാണ് കേട്ടോ കുളിപ്പിച്ചത്. അപ്പൊ അമ്മൂമ്മയാണ് എന്നെ കുളിപ്പിക്കാനൊക്കെ അന്ന് പഠിപ്പിച്ചെന്നായിരുന്നത്. ഇപ്പോഴും ഞാനത് ഓർക്കാണ് കേട്ടോ. അപ്പൊ ഇപ്പം നമ്മുടെ അമ്മൂമ്മ ഇല്ല, ജീവിച്ചിരിപ്പില്ല കേട്ടോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മകൾ ഇങ്ങനെ വരണം. അപ്പൊ നമ്മുടെ സുടുമോനപ്പൊ ആദ്യമായിട്ട് കുളിപ്പിച്ചതാണ് ഇവിടുത്തെ അമ്മൂമ്മയാണ് കേട്ടോ കുളിപ്പിച്ചത്. അല്ലേ സുടുക? അമ്മൂമ്മേനെ ഓർമ്മയുണ്ടാ? സുടുക്കുട്ടനെ അമ്മൂമ്മേനൊക്കെ ഓർമ്മയുണ്ടാ? എന്റെ മോനെ കുളിപ്പിച്ചത് ഓർക്കണണ്ട? സുടുമോൻ അങ്ങനെ 4 വയസ്സൊക്കെ ഉള്ളപ്പോ ഒക്കെ കളിപ്പിക്കാനും ഒക്കെ ഇതിലുണ്ടായിരുന്നു കേട്ടോ. അമ്മൂമ്മയ്ക്കൊക്കെ നല്ല ഇഷ്ടമായിരുന്നു സുടുമോന്റെ അടുത്ത്. പിന്നെ ഇങ്ങനെയൊക്കെ വന്നതിലപ്പോ എല്ലാവർക്കും ഭയങ്കര ഒരു നിരാശയും കാര്യങ്ങളാണ്. എനിക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടണോടത്ത് ഇപ്പൊ നമ്മുടെ വീടുകളിലായാലും എവിടെയായാലും എന്ത് കാര്യത്തിനായാലും കൂടാനായാലും ഒന്നിനും പറ്റാറില്ല കേട്ടോ. അപ്പൊ എന്നെ എല്ലാവരും വിളിക്കും. പക്ഷെ എനിക്ക് നമ്മുടെ ഈ സാഹചര്യ കാരണം കൊണ്ട് ഇങ്ങനെ സുടുമോനെ അങ്ങനെ എല്ലായിടത്തേക്ക് കൊണ്ടുപോകാനോ ഒന്നിനും പറ്റണില്ല കേട്ടോ. അപ്പൊ അതിന്റെ ഒരു വിഷമം നമ്മുടെ വീട്ടുകാരിൽ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇവനെ കൊണ്ടുപോയിട്ട് ആൾക്കൂട്ടമുള്ളിടത്തൊന്നും അങ്ങനെ ഇരിക്കില്ല. അപ്പൊ തലയിട്ടടിക്കലും അങ്ങനെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. പിന്നെ ഇവരുടെ ഓരോ കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ നമുക്കായാലും നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കായാലും അതൊരു ബുദ്ധിമുട്ടാവും. പിന്നെ അത്
എല്ലാവരും കാണുമ്പോൾ നമുക്കതൊരു വിഷമല്ല. അത് കാരണം കൊണ്ടാണ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ സുടുമോൻ വലുതായി നമുക്കിപ്പോ തീരെയും കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം കേട്ടാ. ഇപ്പൊ സുടുമോന്റെ അച്ഛൻ വരുമ്പോ മാത്രമാണ് ഒന്ന് പുറത്തേക്കായാലും ഒന്ന് കൊണ്ടുപോകണത് കേട്ടാ. അത് ഇങ്ങനെ ഡോക്ടർമാര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ സുടുമോനെ അങ്ങനെ ആൾക്കൂട്ടമുള്ളിടത്തേക്ക് അധികം അങ്ങനെ കൊണ്ടുപോയില്ലെങ്കിലും നമ്മള് സുടുമോനിങ്ങനെ ബീച്ചോ പാർക്കോ അങ്ങനത്തെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള മക്കൾക്ക് നല്ല ചേഞ്ചസ് വരുന്നിങ്ങനെ പറയുന്നുണ്ടാ. അവർക്ക് അങ്ങനെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അത് പിന്നെ തൊട്ട് നമ്മളിങ്ങനെ സുടുമോന്റെ അച്ഛൻ വരുമ്പോ ഇങ്ങനെ നമുക്ക് എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നമ്മുടെ മക്കളപ്പൊ അങ്ങനെ കാണിക്കാനൊക്കെ ആയിട്ട് ഇപ്പൊ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അച്ഛൻ വരുമ്പോഴും മാമൻ വരുമ്പോഴൊക്കെ അങ്ങനെ കാണിക്കാനായിട്ട് ഇപ്പൊ നമുക്ക് എന്തായാലും നമുക്കൊരു വീൽ ചെയർ എന്തായാലും അത്യാവശ്യമാണ്. അപ്പൊ ഇനിയിപ്പോ അതൊരെണ്ണം വാങ്ങിക്കണം സുടുമോനെ പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറ്റില്ല, എടുത്തു കൊണ്ടുപോകലൊന്നും നടക്കില്ല. സുടുമോന് അമ്മ വർത്താനം പറയണത് കേട്ടിട്ട് വലിയ ഇഷ്ടമൊന്നും ആവണില്ല. സുടുക്കുട്ടന് ഉറക്കം വന്നു തുടങ്ങി തോന്നണ്. എന്റെ മോന് ഉറക്കം വന്നു തുടങ്ങിയ ഉറക്കം വന്നു തുടങ്ങിയ എന്റെ മോനൊന്നും ശ്രദ്ധിക്കാണ്ടായിപ്പോ ഇഷ്ടപ്പെട്ടിട്ടില്ല. അമ്മ കൊറേ നേരം ഇരുന്ന് വർത്താനം പറയണ എന്നിട്ട് പറയണല്ലേ. എന്റെ മോന് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ അമ്മ എന്നിട്ട് പറയണെന്ന്? ഇഷ്ടപ്പെട്ടിട്ടില്ല, സുടുക്കുട്ടന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അമ്മ അവനോട് വർത്താനം പറയാണ്ട്, എന്റെ മോനോട് വർത്താനം പറയാണ്ട് ഇഷ്ടാവണില്ല. ഇവിടെ ഇരിക്കും, അമ്മയുടെ മടിയിലിരുന്നോട്ടാ. ഇന്ന് ഹായൊക്കെ കൊടുക്കണണ്ടാ? എന്നാ നീ ഹായൊക്കെ കൊടുക്കാം അമ്മയുടെ മോൻ. ഈ തന്നെ കയ്യൊക്കെ പൊന്തിച്ച് ഇങ്ങനെ കൊടുക്കണ്ടേ? കയ്യൊക്കെ പൊന്തിച്ച് നമുക്ക് എന്തേ കയ്യൊക്കെ പൊന്തിച്ച് തന്നെ കൊടുക്കണ്ടേ നമ്മുടെ മോന്? കൊടുക്കോ തന്നെ? ഹായ് പറയോ? ഹായ് ഞാൻ സുടുമോൻ പറയോ നമ്മുടെ മോൻ? അവൻ പറയോ? അല്ലതേ ബലം പിടുത്താണ്, കയ്യും കാലൊക്കെ അങ്ങനെ ഭയങ്കര ബലപ്പെടുത്താണ്. ഇപ്പൊ രാവിലെ തന്നെ ഇങ്ങനെ ജനാലയൊക്കെ തുറന്നിട്ടിട്ട് ഇങ്ങനെ നിർത്തൂട്ടാ കുറെ നേരം. ഇങ്ങനെ എക്സസൈസും കാര്യങ്ങളും ഇതൊക്കെ അവന് കൊടുക്കും. അപ്പൊ ജനാലയൊക്കെ പിടിച്ചിങ്ങനെ എണീറ്റൊക്കെ നിൽക്കാനായിട്ടൊക്കെ നോക്കണുണ്ട് കേട്ടാ. മുട്ടുമ്പോ എണീറ്റൊക്കെ നിന്ന് തുടങ്ങി. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു ദിവസം സുടുമോൻ എണീറ്റ് നിൽക്കും അല്ല സുടുക? അതേപോലെ തന്നെ നിക്കണ പോലെ തന്നെ സുടുമോൻ കൈയും പൊന്തിച്ച് ഹായ് എല്ലാവരോടും വർത്താനം പറയൂ അല്ലേ സുടുമോനെ? അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്, എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും നമ്മുടെ മക്കള് സ്വയം ഇൻഡിപെൻഡന്റ് ആവണം എന്നാണ് ഏതമ്മമാരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്താൻ കേട്ടാ. നമ്മുടെ സുടുമോൻ എന്നെ അതിക്രമിച്ചു തുടങ്ങിയിരിക്കുന്നു അല്ലെ സുടുമോന്റെ നേരം കഴിഞ്ഞു ഇന്ന്. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടോളൂ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കിക്കോളൂ, ഷെയർ ചെയ്തോളൂ, കമന്റ് ഒക്കെ ചെയ്തോളൂ കേട്ടോ. എല്ലാവരും ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.